കഴിഞ്ഞിരിക്കുന്നു, കൊണ്ടുപോയിക്കോളൂ. മണ്ണിലേക്ക് തന്നെ തിരികെ നിനക്ക് വെള്ളിക്കൊലുസ് കെട്ടാനുള്ള യോഗ ഇല്ലെന്നങ്ങ് വിചാരിച്ചാ മതി. അപ്പച്ചാ, ഞാൻ ഈ കുഴിയിലാവുന്നതിന് മുമ്പെങ്കിലും എനിക്കൊരു വെള്ളിക്കൊലുസ് കെട്ടാനുള്ള യോഗം ഉണ്ടാവോ? സന്തോഷമായി അപ്പച്ച, എനിക്ക് സന്തോഷമായി. ഞാൻ ഇനി ഒരിക്കലും കാര്യം നയിക്കേയില്ല. വേണ്ട, മക്കളെ കാര്യം നയിക്കേ വേണ്ട. കാത്തു കാത്തിരുന്ന് കൊച്ചിന് വെള്ളിക്കൊലുസ് കെട്ടാനുള്ള യോഗം വന്നു. എടാ തോമിച്ചാ, നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്നെ എവിടെയൊക്കെ തിരക്കി. വന്നേ, ഒന്ന് പെട്ടെന്ന് വാ, ഒരു കുഴിയെടുക്കാനുണ്ട്. നമ്മുടെ ജോസഫിന്റെ അപ്പം മരിച്ചെന്നേ. വന്നേ. മരണമില്ലാത്തൊരു നാളിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. വേർപാടിന്റെ ദുഃഖം ഞാൻ ഒത്തിരി അനുഭവിച്ചു. ഈ കൈ കൊണ്ടൊരു കുഴി കുത്താൻ എന്നെ കൊണ്ടാവില്ലല്ലോ. എന്നോട് ക്ഷമിക്കണം. നീ വാടാ. അപ്പനീ കിട്ടണ കാശിനെ കള്ളു കുടിച്ചിട്ടാ ഓർമ്മ നിൽക്കാത്തത്. അപ്പച്ചൻ പറയുന്ന ആരെ കെട്ടാനും ഈ ആലീസ് തയ്യാറാ. ഓ ശരി ശരി. ആ ആ എന്തായി തൊമ്മി, ജോലി ഇത് കഴിഞ്ഞോ? കഴിഞ്ഞു മുതലാളി.
ആ ദാ നിന്റെ 2 ആഴ്ചത്തെ കൂലി. ഞാനെന്നാ പോയിക്കോട്ടെ. ഓ ശരി. മോളുടെ കല്യാണത്തിന് വരണം കേട്ടോ. ഓ ഓ കുഞ്ഞിക്ക, തൊമ്മിയോ കാണാനുണ്ടോ? രാഘവൻ പറഞ്ഞറിഞ്ഞു നിന്റെ മകളുടെ മിന്നുകെട്ടിന്റെ കാര്യം. അതെ, ഈ വരുന്ന ഞായറാഴ്ച മുട്ടത്തെ കൊച്ചുപള്ളിയിൽ വെച്ച് മിന്നുകെട്ടും. ഒരു ചെറിയ ചടങ്ങ്, അത്രേ ഉള്ളൂ. സാധുക്കളെ വീട്ടിലത്തെ കല്യാണ ചടങ്ങല്ലേക്ക് കല്യാണക്കുറി രാവിലെ ഇക്കടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആ പിന്നെ നിന്റെ നല്ല മനസ്സിന് നന്മയേ ഉണ്ടാവുള്ളൂ കുട്ടി. എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാകും. ആയിക്കോട്ടെ. നന്നായി വരും. ചെല്ല്. എന്നതടി ത്രേസിയെ? അമ്മച്ചി ഇല്ലാത്ത വീട്ടില് ഞാൻ ജർമ്മനിക്ക് പോകുന്നത് സ്ഥിരതാമസത്തിനല്ലല്ലോ ത്രേസിയെ. ജോബിമോന്റെ ആഗ്രഹമല്ലേ കുറച്ചു കാലം ഞാൻ അവന്റെ കൂടെ നിക്കണോന്ന്. അമ്മച്ചി ആരോഗ്യം നോക്കണം, മരുന്നുകൾ കൃത്യമായി കഴിക്കണം. പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ വിമാനം അതിന്റെ പാട്ടിലങ്ങ്. ദാ തുടങ്ങി അവന്റെ തിരക്ക്. മോളെ പോട്ടെ. അമ്മച്ചി അമ്മച്ചി അമ്മച്ചി. ആ ത്രേസ്യമ്മ ചേട്ടനും പിള്ളേര് ഇത്ര നേരമായിട്ട് എത്തിയില്ലല്ലോ. എന്റെ മേരി, നീ ഒന്ന് സമാധാനപ്പെടും. കൊറേ നേരമല്ലേ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. എത്തിക്കോടുന്ന്. ഓ ശരി ശരി. ആ ആ എന്തായി തൊമ്മി, ജോലി ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു മുതലാളി. ആ ദാ നിന്റെ 2 ആഴ്ചത്തെ കൂലി. ഞാനെന്നാ പോയിക്കോട്ടെ. ഓ ശരി. മോളുടെ കല്യാണത്തിന് വരണം കേട്ടോ. ഓ ഓ കുഞ്ഞിക്ക, തൊമ്മിയോ കാണാനുണ്ടോ? രാഘവൻ പറഞ്ഞറിഞ്ഞു നിന്റെ മകളുടെ മിന്നുകെട്ടിന്റെ കാര്യം. അതെ, ഈ വരുന്ന ഞായറാഴ്ച മുട്ടത്തെ കൊച്ചുപള്ളിയിൽ വെച്ച് മിന്നുകെട്ടും. ഒരു ചെറിയ ചടങ്ങ്, അത്രേ ഉള്ളൂ. സാധുക്കളെ വീട്ടിലത്തെ കല്യാണ ചടങ്ങല്ലേക്ക് കല്യാണക്കുറി രാവിലെ ഇക്കടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആ പിന്നെ നിന്റെ നല്ല മനസ്സിന് നന്മയേ ഉണ്ടാവുള്ളൂ കുട്ടി. എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാകും. ആയിക്കോട്ടെ. നന്നായി വരും. ചെല്ല്. എന്നതടി ത്രേസിയെ? അമ്മച്ചി ഇല്ലാത്ത വീട്ടില് ഞാൻ ജർമ്മനിക്ക് പോകുന്നത് സ്ഥിരതാമസത്തിനല്ലല്ലോ ത്രേസിയെ. ജോബിമോന്റെ ആഗ്രഹമല്ലേ കുറച്ചു കാലം ഞാൻ അവന്റെ കൂടെ നിക്കണോന്ന്. അമ്മച്ചി ആരോഗ്യം നോക്കണം, മരുന്നുകൾ കൃത്യമായി കഴിക്കണം. പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ വിമാനം അതിന്റെ പാട്ടിലങ്ങ്. ദാ തുടങ്ങി അവന്റെ തിരക്ക്. മോളെ പോട്ടെ. അമ്മച്ചി അമ്മച്ചി അമ്മച്ചി. ആ ത്രേസ്യമ്മ ചേട്ടനും പിള്ളേര് ഇത്ര നേരമായിട്ട് എത്തിയില്ലല്ലോ. എന്റെ മേരി, നീ ഒന്ന് സമാധാനപ്പെടും. കൊറേ നേരമല്ലേ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. എത്തിക്കോടുന്ന്. മോനെ, അവിടെ വെള്ളം കൊടുക്ക്. പാപ്പച്ച ആ കവലയിലോട്ട് ആരുടെങ്കിലും ഒന്ന് നീ ചെല്ലാൻ കാര്യങ്ങളൊക്കെ നോക്കണേ. ഒരു സമാധാനമില്ല അവരിങ്ങ. അതെ, കെട്ടിനുള്ള മാല മേടിച്ചോ? മോനെ ഞാനതിന് മറന്നു. എന്തോ തോന്നിച്ചാ. ഞാനൊന്ന് വേഗം പോയി വരാം. നീ പെട്ടെന്ന് ഇവിടുത്തെ പോയിട്ട് കാര്യങ്ങളൊക്കെ ആ നോക്ക്. ആ പെട്ടെന്ന് വരണേ. പെട്ടെന്ന് വരാന്നേ. വേണ്ട 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 ടീച്ച, വേണ്ട. എന്റെ മോടെ ഈ മിന്നു കേട്ടോ, അതൊന്ന് കഴിഞ്ഞോട്ടെ. എന്നിട്ട് നീ വിളിക്കുന്നിടത്ത് ഞാൻ വരാടാ. നിനക്ക് എന്നെ എന്ത് വേണം ചെയ്യാം. നീ ഒന്നും മനസ്സിലാക്ക്. കൊച്ചിന്റെ മിന്നുകെട്ട് നീ ഉണ്ടാവരുത്, നീ ചാകണം. ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തുണികളെല്ലാം നിരത്തി ഇട്ടേക്കോ. ഇതെല്ലാം നീ എപ്പോഴാണ് അടുക്കി വെക്കുന്നത്? അവസാനം എല്ലാം പേര്
എന്നാ തമ്മിച്ച? മേരി, അത് ഓ, മാല കിട്ടി കാണില്ലായിരിക്കും അല്ലേ? അത് പിന്നെ നീ ഒന്ന് അപ്പുറത്തേക്ക് വരുമോ? ഈ തിരക്കിനിടയ്ക്ക് മനുഷ്യന് മനസമാധാനം തരത്തില്ല. തൊമ്മിച്ചിന്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു നിവർത്തിയില്ല മാതാവേ. എന്നാ തൊമ്മിച്ച? എല്ലാരും തൊമ്മിച്ചനെ അന്വേഷിക്കുന്നുണ്ട്, വേഗം അങ്ങോട്ട് വാ. എങ്ങനെ നിന്നോട് പറയണമെന്ന് എനിക്കറിയില്ല. എന്നതാ കാര്യം? നിനക്കത് താങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നിന്റെ മനോധൈര്യം കൈവിട്ടു പോയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ എട്ടിച്ചൻ പിന്നെ എന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് ഞാൻ എന്റെ മോളെ മിന്നു വാങ്ങി വരുന്ന വഴിയാണ്. എന്നെ വിടട, ഇതുകൊണ്ട് കൊടുക്കട്ടട, ഞാൻ കൊടുക്കട്ടട, ഞാൻ വിട്ടാണോ പറഞ്ഞത്? ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല മേരി. എനിക്ക് കൈകൊണ്ട് അവനെ കൊല്ലണ്ടി. ഞാനൊരു കൊലപാതകയായി. ഞാനില്ലെങ്കിൽ കല്യാണം നടത്തണം, നീ നടത്തണം. പറ്റിയല്ല. ഇപ്പോഴും എപ്പോഴും സ്ഥിതി ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഞങ്ങളും ഓക്കെ. ഇത്രയും പേര് നിങ്ങളെ അവിടെ അന്വേഷിക്കുമ്പോ രണ്ടാളും കൂടി ഇവിടെ സ്വകാര്യം പറഞ്ഞ് കളിക്കുക. അതല്ല അച്ചോ, ഒരു കയ്യബദ്ധം പറ്റി. ഇട്ടിച്ച ഇതിപ്പോ ആരും അറിഞ്ഞു കാണത്തില്ല. നമ്മളായിട്ട് ഇനി ആരെ അറിയിക്കുകയും വേണ്ട. കൊച്ചിന്റെ പിന്നീട്ട് നടത്തണ്ടേ നമുക്ക്. ഇതൊക്കെ തുടച്ചു കളഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വാടാ. എന്നാ നിപ്പ ഇത് തൊമ്മിച്ച? പെട്ടെന്ന് വേഷം മാറി അപ്പുറത്തേക്ക് വന്നേ. ആൾക്കാർക്ക് സംശയിക്കാനുള്ള ഇടം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് തൊമ്മിച്ച. വന്നേ. ഇത് ആലീസിന് നീ കൊടുക്കണം. നീ കൊടുത്താ മതി. അപ്പം തന്നെ ഇത് മോൾക്ക് കൊടുക്കണം. അതാ വേണ്ടത്. എന്റെ ഈ അവസ്ഥയിൽ എനിക്ക് കഴിയില്ല മേരി, കഴിയല. കഴിയണം, കഴിഞ്ഞേ പറ്റൂ. അപ്പുറത്തെല്ലാരും നമ്മൾ നോക്കി നിൽപ്പുണ്ട്. പെട്ടെന്ന് വാ തോമിച്ച. അച്ചോ, എന്താ ഒരു കാര്യമുണ്ട്. ഈ സന്തോഷത്തിലും എൻ്റെ ഉള്ളു നീറുക. ഞാനൊരു കൊലപാതകയാണ്ടി വന്നല്ലോ അച്ചോ. ഇപ്പൊ മറ്റൊന്നും ആലോചിക്കേണ്ട സമയച്ച കൊച്ചിന്റെ സന്തോഷമായിട്ട് യാത്ര അയക്കാൻ നോക്ക്. ഇറങ്ങാറായില്ലേ? വരൂ, ഇറങ്ങാം. രണ്ടുപേരും ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വാ. നിന്നോട് ക്ഷമ ചോദിക്കാ. ഞാൻ പറഞ്ഞില്ലേ കർത്താവ് കരുണാമയനാണെന്ന്. സന്തോഷായില്ലേ? ഇനി എല്ലാരും മനസ്സ് തുറന്ന് ചിരിക്കും. ചിരിക്കേ, എടുക്കണ ഫോട്ടോ.